അതുവരെയുള്ള നോവൽ സങ്കല്പങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു നോവൽ സമ്പ്രദായത്തിലേക്കും പുതിയൊരു ആഖ്യാന ശൈലിയിലൂടെയുമെല്ലാം കടന്നുപോയൊരു നോവലാണ് 1954 പ്രസിദ്ധീകൃതമായ ലോർഡ് ഓഫ് ദ ഫ്ലൈസ്. ഒരു വിമാനഛേദത്താൽ അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഐലൻഡിൽ ഒറ്റപ്പെടുന്ന കൗമാര ആരംഭത്തിലെത്തുന്ന കുറേ കുട്ടികളും അതിനേക്കാളും ചെറിയ കുട്ടികളും അടങ്ങുന്ന ഒരു സംഘമാണ് നോവലിലുടനീളം ചിത്രീകരിക്കുന്നത്. റാൽഫിനെ നേതാവായി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഒരു സംഘർഷം ഉടലെടുക്കുകയാണ്. ഒരു വലിയ കപ്പൽ ഈ തീരത്തുകൂടി പോകുന്നുണ്ട്. പക്ഷേ അന്ന് ഈ തീ കെടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം ഉണ്ടായിരുന്ന ജാക്കും സംഘവും ഈ കാര്യം ശ്രദ്ധിക്കാതിരിക്കുകയും ആ തീ കെട്ടുപോവുകയും അതിൻ്റെ ഭാഗമായി കുട്ടികൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും പോകുന്നു. ജാക്ക് ഒരു പന്നിയെ കൊല്ലുകയും ആ പന്നി തല അവിടെ ഒരു സ്റ്റീക്കിൽ ഒരു വുഡൻ പെഗിൽ ഈ പന്നിത്തല കുത്തിവെക്കുകയും ചെയ്യുന്നു. പ്രസൻറ്റ് കാലഘട്ടത്തിലുള്ള നിരവധി കാര്യങ്ങൾ പോലും വേണമെങ്കിൽ ആ നോവലുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് പറയാം. ജനുവരി 7 മുതൽ 14 വരെ കേരള നിയമസഭയിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 3ാം എഡിഷനിലെ ലോക ക്ലാസിക്കുകൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ സെഗ്മെൻറ്റിൽ ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത് ഇംഗ്ലീഷ് എഴുത്തുകാരനും നോബൽ സമ്മാന ജേതാവുമായ വില്യം ഗോൾഡിങ്ങിൻ്റെ ലോർഡ് ഓഫ് ദ ഫ്ലൈസ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. 1954 പ്രസിദ്ധീകൃതമായ ഈ കൃതി ലോകത്ത് ഇന്നും അനുവാചകരെ സൃഷ്ടിക്കുന്ന ഒരു മഹത്തരമായ നോവലാണ്. അതുവരെയുള്ള നോവൽ സങ്കല്പങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു നോവൽ സമ്പ്രദായത്തിലേക്കും പുതിയൊരു തീമിലേക്കും പുതിയൊരു ആഖ്യാന ശൈലിയിലൂടെയുമെല്ലാം കടന്നുപോയൊരു നോവലാണ് 1954 പ്രസിദ്ധീകൃതമായ ലോർഡ് ഓഫ് ദ ഫ്ലൈസ്, ഈച്ചകളുടെ തമ്പുരാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ നോവൽ അതുവരെയുള്ള ആശയഗതികൾക്ക് വിഭിന്നമായി അധികാരം എന്ന തിയറി, ബാർബേറിയസത്തിലേക്ക് പരിഷ്കൃത ലോകത്തുനിന്ന് കടക്കുന്ന മനുഷ്യൻ്റെ ഒരു ത്വര തുടങ്ങിയ ആശയങ്ങൾ ആ നോവലിലൂടെ സംവേദിക്കുന്നുണ്ട്. ആ നോവലിൻ്റെ ഒരു പശ്ചാത്തലം തന്നെ 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞ ശേഷം മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള വിഭിന്നതകളും വിഘടനവും പ്രത്യേക സംസ്കാര രീതികളുമെല്ലാം വരും എന്ന് വരച്ചു കാണിക്കുന്ന ഒരു നോവലാണ് ലോർഡ് ഓഫ് ദ ഫ്ലൈസ്. അത് 12 അധ്യായങ്ങളിലായി എഴുതിയിരിക്കുന്ന ഈ നോവലിൻ്റെ വിഭിന്നങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു കഥാതന്തു അവതരിപ്പിക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് കരുതുന്നത്. ഒരു വിമാനഛേദത്താൽ ഒരു അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഐലൻഡിൽ ഒറ്റപ്പെടുന്ന കൗമാര ആരംഭത്തിലെത്തുന്ന കുറേ കുട്ടികളും അതിനേക്കാളും ചെറിയ കുട്ടികളും അടങ്ങുന്ന ഒരു സംഘമാണ് ഈ നോവലിലുടനീളം ചിത്രീകരിക്കുന്നത്. 14 വയസ്സ് മുതലുള്ള കുട്ടികളുണ്ട്, അതിൽ താഴെയുള്ള കുട്ടികളുണ്ട്. വിമാനഛേദത്താൽ ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ഈ കുട്ടികൾക്ക് സ്വയമേവ മനസ്സിലാകുന്നൊരു കാര്യം, തങ്ങളെ രക്ഷിക്കാൻ ആരും തന്നെ ഇനി ഈ സമൂഹത്തിൽ എത്തിച്ചേരില്ല, ഈ ഭൂപ്രകൃതിയിൽ എത്തിച്ചേരില്ലെന്നും അതുകൊണ്ട് തന്നെ അതിജീവനത്തിനുള്ള മാനദണ്ഡങ്ങൾ, അതിജീവനത്തിനുള്ള ഘടകങ്ങൾ തങ്ങൾ തന്നെ ഉണ്ടാക്കണമെന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ഈ കുട്ടികൾ എത്തിച്ചേരുന്നത്. അതിൻ്റെ ഭാഗമായി കുട്ടികളായ റാൾഫ്, ജാക്ക്, സൈമൺ, എറിക്, പിഗ്ഗി തുടങ്ങിയ നിരവധിയായിട്ടുള്ള കുട്ടികളുണ്ട്. അതിൽ ഒരു നേതൃത്വത്തിൻ്റെ ഭാഗത്തിലൂടെ മാത്രമേ ജീവിതം മുന്നോട്ട് പോകാനായി കഴിയൂ എന്ന് മനസ്സിലാക്കുന്ന കുട്ടികൾ അതിലേറ്റവും പ്രാപ്തിയും കഴിവുമുള്ള മുതിർന്ന കുട്ടിയായ റാൾഫിനെ ഈ കൂട്ടത്തിൻ്റെ നേതാവായി പ്രഖ്യാപിക്കുന്നു. റാൾഫിനെ നേതാവായി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഒരു സംഘർഷം ഉടലെടുക്കുകയാണ്. റാൾഫിനൊപ്പം പരിചയസമ്പന്നനും പ്രാപ്തനും കഴിവുറ്റവനുമായിട്ടുള്ള ജാക്കിന് റാൾഫിനെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി ഇഷ്ടപ്പെടുന്നില്ല. ഏറെക്കുറെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് സമാനമായി ആ സാഹചര്യത്തിൽ റാൾഫിനൊപ്പം ജാക്കിനെ കൂടി ഹണ്ടേഴ്സിൻ്റെ നേതാവായി, വേട്ടക്കാരുടെ നേതാവായി അവിടെ പ്രഖ്യാപിക്കുകയാണ്. റാൾഫ് മനസ്സിലാക്കുന്നു ഈ ദ്വീപിൽ തങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അതിജീവനം നടത്തി വരണമെങ്കിൽ അതിനൊരു നേതൃത്വം വേണം, അതിനൊരു ഓർഡർ വേണം, അതിനൊരു ക്രമം വേണം, അതിനൊരു നിയമം വേണം തുടങ്ങിയ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ റാൾഫിന് മനസ്സിലാക്കുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു ഓർഡറും ഒരു ക്രമവും ഒരു സംസാര രീതിയും ഒരു പ്രവർത്തന രീതിയുമെല്ലാം ഈ ദ്വീപിൽ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി നിർദ്ദേശിക്കുകയാണ്. എല്ലാവരും ആ നിർദ്ദേശത്തെ അംഗീകരിക്കുന്നു. ജാക്കിൻ്റെ സംഘത്തിലുള്ള ഏതാനും കുട്ടികളും ഒഴികെ ബാക്കി എല്ലാവരും ആ നിർദ്ദേശത്തെ സ്വമനസാലെ അംഗീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അവർക്ക് തീരത്ത് നിന്ന് ഒരു ശംഖ് കിട്ടുന്നു. ആ ശംഖ് അവരുടെ ഒരു അധികാരത്തിൻ്റെ സിമ്പലായി മാറുകയാണ്. ആ ശംഖ് ഉപയോഗിച്ച്, ആ ശംഖ് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അയാൾക്ക് മാത്രമാണ് ഒരു ഗ്രൂപ്പിൽ ഒരു ചർച്ച നടക്കുമ്പോൾ, ഒരു ഡെലിബറേഷൻ നടക്കുമ്പോൾ സംസാരിക്കാൻ അധികാരമുള്ളതെന്നും ബാക്കിയുള്ളവർ ആ ശംഖ് കയ്യിലുള്ള ആൾ സംസാരിക്കുന്ന സമയത്ത് നിശബ്ദരായി കേട്ടിരിക്കണമെന്നുള്ള കാര്യമെല്ലാം റാൾഫ് നിർദ്ദേശിക്കുന്നു. അതിൻ്റെ ഭാഗമായി ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആ സാഹചര്യം സൃഷ്ടിക്കുന്നതിനായി ഒരു വലിയ തീ അവിടെ കൂട്ടിയിടുന്നതിനുള്ള നിർദ്ദേശം റാൾഫ് കൊടുക്കുകയാണ്. ഊഴമിട്ട് ഓരോ കുട്ടികൾക്കും ആ തീ കെടാതെ നോക്കുന്നതിനുള്ള
നിർദ്ദേശം കൊടുക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഏതെങ്കിലും കപ്പലുകൾ ആ ദ്വീപിൻ്റെ തീരത്തുകൂടി പോവുകയാണെങ്കിൽ ഈ പുക കണ്ട് ഇവിടെ ഇങ്ങനെ ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരുമെന്നുള്ളൊരു ചിന്തയിലാണ് അത്തരത്തിലുള്ളൊരു കാര്യം റാൾഫ് നിർദ്ദേശിക്കുന്നത്. പക്ഷേ അതിനുശേഷം കുട്ടികൾക്കും ലിറ്റിൽ ലൺസ് എന്നാണ് ആ കുട്ടികളെ അവർ വിളിക്കുന്നത്. ആ കുട്ടികൾക്ക് താമസിക്കുന്നതിനുള്ള ഹട്ടുകൾ, ഒരു കുടിലുകളെല്ലാം അവിടെ സൃഷ്ടിക്കുകയാണ്. പക്ഷേ ആ കുടിൽ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിലൊന്നും തന്നെ ജാക്ക് റാൾഫിൻ്റെ സംഘത്തെ സഹായിക്കാനേ പോകുന്നില്ല. അവർ തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ച് വരികയാണ്. റാൾഫ് വേട്ടക്കാരുടെ നേതാവായി സ്വയം അവരോധിതനാകുന്നതിലൂടെ ഉപജീവനത്തിന് വേണ്ടി ഒരു പന്നിയെ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ കണ്ടെത്തുന്ന ഒരു പന്നിയെ വേട്ടയാടുന്നതിനുള്ള ഒരു തീക്ഷ്ണമായ ഉദ്യമം മാത്രം മുൻനിർത്തിക്കൊണ്ട് ജാക്കും സംഘവും മുന്നേറുകയാണ്. ആ സന്ദർഭത്തിൽ സംഭവിക്കുന്നൊരു കാര്യം, ഒരു വലിയ കപ്പൽ ഈ തീരത്തുകൂടി പോകുന്നുണ്ട്. പക്ഷേ അന്ന് ഈ തീ കെടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം ഉണ്ടായിരുന്ന ജാക്കും സംഘവും ഈ കാര്യം ശ്രദ്ധിക്കാതിരിക്കുകയും ആ തീ കെട്ടുപോവുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ കപ്പലിന് അവിടെ അങ്ങനെ ഒരു കുട്ടികൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. പക്ഷേ അതിൻ്റെ ഭാഗമായി റാൾഫ് ജാക്കിനെ നിശിതമായി വിമർശിക്കുന്നു. പക്ഷേ ആ വിമർശനം ഉൾക്കൊള്ളുവാനോ തൻ്റെ തെറ്റ് മനസ്സിലാക്കാനോ ജാക്കിന് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമല്ല, റാൾഫിനോടുള്ള ജാക്കിൻ്റെ ഒരു പ്രതികാരവും അവിടെ വർദ്ധിച്ചു വരികയാണ്. ഇതിനിടയിൽ ദ്വീപിലൊരു സ്വത്വമുള്ളതായി, ഒരു സ്വത്വം ജീവിക്കുന്നതായുള്ള അല്ലെങ്കിൽ കുട്ടികൾ ഒറ്റപ്പെട്ട് നടക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ദ്വീപിലൊരു സത്വമുണ്ട്, അത് ഭീകരരൂപിയാണ് എന്നുള്ളൊരു കാര്യം റാൾഫ് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അതൊരു പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണെങ്കിലും ഈ നടക്കുന്ന കുട്ടികൾ അതിനിടയിൽ ഇപ്പോഴോ ഒരു വൈമാനികൻ ആ ദ്വീപിലേക്ക് ചാടുന്നതിനിടയിൽ, ഒരു പാരാഷൂട്ടിസ്റ്റ് ചാടുന്നതിനിടയിൽ അയാൾ കൊല്ലപ്പെടുകയും അയാൾ ആ പാരാഷൂട്ടിൽ നിന്ന് ഞാന്ന് കിടന്ന് ഈച്ചയാർക്കുന്ന ഒരു ബോഡിയായി ആ ദ്വീപിൽ അവശേഷിക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന കുട്ടികൾ ആ സത്വം ഈ പാരാഷൂട്ടിസ്റ്റിൻ്റെ മൃതദേഹമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിപ്പറ്റുകയാണ്. തുടർന്ന് അതിശക്തനായിട്ടുള്ളൊരു വേട്ടക്കാരനായി മാറുന്ന ജാക്ക് ഒരു പന്നിയെ കൊല്ലുകയും ആ പന്നിത്തല അവിടെ ഒരു സ്റ്റീക്കിൽ, ഒരു വുഡൻ പെക്കിൽ ഈ പന്നിത്തല കുത്തിവെക്കുകയും ചെയ്യുന്നു. ആ പന്നിത്തലയിലേക്ക് ഈച്ച ആർത്ത് വരുന്നതിനെയാണ് ഈ നോവലിൻ്റെ ഹെഡിങ് ആയിട്ടുള്ള ലോർഡ് ഓഫ് ദ ഫ്ലൈസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ പന്നി എങ്ങനെയാണോ ശംഖ് അധികാരത്തിൻ്റെ കേന്ദ്രമാകുന്നത്, അതുപോലെ ക്രൂരതയുടെ കേന്ദ്രമായ ആ പന്നിയുടെ തല മറ്റൊരു അധികാരത്തിൻ്റെ കേന്ദ്രമായി അവിടെ മാറുകയാണ്. പന്നിയെ കൊല്ലുന്നതിലൂടെ ഒരു നേതാവിൻ്റെ സ്വരൂപത്തിലേക്ക് മാറുന്ന ജാക്കിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ കുട്ടികൾ ചേരുകയാണ്. അവർ അതുവരെയുള്ള സാധാരണ സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമായി വേട്ടയാടുന്നത് പോലുള്ള കളികൾ കളിക്കുന്നു, ബാർബേറിയനായിട്ടുള്ള കളികൾ കളിക്കുന്നു. സാധാരണ ഒരു കൗമാരക്കാരനോ അതിന് താഴെയോ ഉള്ള പ്രായത്തിലുള്ള കുട്ടികൾ കളിക്കുന്ന കളികളൊന്നുമല്ല ഇവരവിടെ കളിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് എന്താ, ഒരു പന്നിയുടെ രൂപസാദൃശ്യത്തോട് ഇണങ്ങുന്ന രീതിയിൽ വാക്കിങ്ങും രൂപഭാവങ്ങളുമെല്ലാം കാണിക്കുന്ന റോബർട്ട് എന്ന് പറയുന്ന കുട്ടിയെ പന്നിയാണെന്നുള്ള രീതിയിൽ ആക്രമിച്ച് മൃതസമാനനാക്കുന്ന കുട്ടികളെ നമുക്കിവിടെ കാണാനായി കഴിയുന്നു. കുട്ടികൾ പതിയെ ജാക്കിൻ്റെ നിയന്ത്രണത്തിലുള്ള കുട്ടികൾ ബാർബേറിയൻ സ്വഭാവത്തിലേക്ക് പതുക്കെ മാറി വരികയാണ്. കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം, റാൾഫിൻ്റെ സംഘത്തിലുള്ള ആളുകളുടെ എണ്ണം വളരെയധികം ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിഗ്ഗി, ഒരു സയൻറ്റിഫിക് ടെമ്പറമെൻറ്റുള്ള പിഗ്ഗി എന്ന് പറയുന്ന കുട്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഏതാനും പിഗ്ഗിയും അതുപോലുള്ള ഏതാനും ലിറ്റിൽ ലൺസും മാത്രമാണ് റാൾഫിനോടൊപ്പം ഉള്ളത്. ജാക്കിൻ്റെ സംഘം വലുതായി വരുന്നു. ഇതിനിടയിൽ ജാക്കിൻ്റെ നേതൃത്വം ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ജാക്കിൻ്റെ രീതികളോട് സമരസപ്പെടാത്ത റാൾഫ് ജാക്കിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജാക്ക് അതിൽ നിന്നെല്ലാം കുതറി മാറി ഒരു പുതിയൊരു സംഘവും പുതിയൊരു നേതൃത്വവുമായി അവിടെ മാറുകയാണ്. അവിടെ സംഭവിക്കുന്ന കാര്യം, അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും റാൾഫിനെ വേട്ടയാടി പിടിക്കാം എന്നുള്ള രീതിയിലേക്ക് ജാക്ക് തൻ്റെ രീതിയെ മാറ്റുകയാണ്. അതിനിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ദ്വീപിലെ ഭീകരരൂപി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സൈമൺ എന്ന് പറയുന്ന കുട്ടിയെ ബാക്കി കുട്ടികളെല്ലാം കൂടി തല്ലി കൊല്ലുകയാണ്. ഒരു കുട്ടിയെ ബാക്കി കുട്ടികളെല്ലാം കൂടി ചേർന്ന്, കൗമാരത്തിലെത്താത്ത കുട്ടികളെല്ലാം കൂടി ചേർന്ന് തല്ലി കൊല്ലുകയാണ്. തുടർന്ന് റാൾഫിന് മനസ്സിലായി, ഇനി ഇത്തരത്തിലുള്ളൊരു ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കൂടുതൽ കാഷ്വാലിറ്റീസ് എല്ലാം സംഭവിക്കുമെന്ന് മനസ്സിലാക്കുന്ന റാൾഫ് ജാക്കിനോട് സമരസപ്പെടാൻ വേണ്ടി ചെല്ലുന്ന ഘട്ടത്തിൽ ആ ദ്വീപിൽ ജാക്കിനാൽ വേട്ടയാടപ്പെടുന്ന ഒരു മൃഗമായി മാത്രം മാറുന്നു. ജാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുക മാത്രമാണ് റാൾഫിന് മുമ്പിലുണ്ടായിരുന്ന സർവൈവ് ചെയ്യാനുള്ള ഏക പോംവഴി. അയാൾ ആ ജാക്ക് മാത്രം രൂപീകരിച്ച ആ ഒരു സംഘവുമായി സംഘർഷത്തിലേർപ്പെടാൻ ആഗ്രഹിക്കാതെ അതിവേഗതയിൽ കാട്ടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. കാട്ടിനുള്ളിൽ തന്നെ തനിക്ക് രക്ഷയില്ലെന്ന് കണ്ട റാൾഫ് രക്ഷപ്പെട്ട് തീരത്തേക്ക് എത്തുമ്പോൾ റാൾഫിന് പിറകിൽ ഒരു സംഘാംഗങ്ങളെയും കൂട്ടി അപരിഷ്കൃതമായിട്ടുള്ള ബാർബേറിയൻ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് ജാക്കും സംഘവും റാൾഫിനെ വേട്ടയാടുകയാണ്. രക്ഷയ്ക്കായി ഓടിയെത്തുന്ന റാൾഫിനെയും
അതിന് പിറകിൽ വേട്ടക്കാരെ പോലെ വരുന്ന ജാക്കിനെയും സംഘത്തെയും കണ്ട നേവൽ ഓഫീസർ അതിശയിച്ച് നിൽക്കുന്നതിലാണ് ആ നോവൽ അവസാനിക്കുന്നത്. ആ നേവൽ ഓഫീസർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായി കഴിഞ്ഞില്ല. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെല്ലാം കൂടി അതുവരെ സംസ്കാര സമ്പന്നമായ വളരെ പരിഷ്കൃതമായിട്ടുള്ള സമൂഹത്തിൽ ജീവിച്ചു വരുന്ന കുട്ടികൾ യാതൊരു പരിഷ്കൃത സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുമില്ലാതെ, യാതൊരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ടിഞ്ചസുമില്ലാതെ ഒരു ബാർബേറിയൻ സ്വഭാവത്തിലേക്ക് മാറുന്ന കുട്ടികളെ കണ്ട് അതിശയിച്ച് നിൽക്കുന്ന നേവൽ ഓഫീസറിലാണ് ഈ ലോർഡ് ഓഫ് ദ ഫ്ലൈസ് അവസാനിക്കുന്നത്. ഈ നേവൽ ഓഫീസറും ആ റെസ്ക്യൂ ടീമിനെയും കണ്ടുകൊണ്ട് അതുവരെ തങ്ങൾ കാട്ടിക്കൂട്ടിയ പേക്കുത്തുകളെല്ലാം തങ്ങളാണോ ചെയ്തതെന്ന അതിശയത്തിൽ ഈ കുട്ടികൾ അമ്പരന്ന് നിൽക്കുന്ന സ്ഥലത്ത് നോവൽ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 12 നോവലുകളിലായിട്ടാണ് ഉള്ളതെങ്കിലും ഈ നോവൽ വിവിധങ്ങളായിട്ടുള്ള ആശയതലങ്ങളെ നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1954 പ്രസിദ്ധീകൃതമാകുമ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ശീതയുദ്ധത്തിൻ്റെ സമയമാണ്. 1945 രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം 2 ശാക്തികൾ ചേരികൾ തമ്മിലുള്ള ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. USA ചേരിയും USSRൻ്റെ ചേരിയും. ആ ചേരിയിലേക്ക് ആളുകളെ എങ്ങനെയാണ്, അല്ലെങ്കിൽ രാഷ്ട്രങ്ങളെ എങ്ങനെയാണ് ഈ 2 ശാക്തിക ചേരികൾ കൂട്ടിയതെന്നും ഈ ശാക്തിക ചേരികൾക്കിടയിലുള്ള കിടമത്സരം എങ്ങനെയെന്നുള്ള കാര്യമെല്ലാം നമുക്ക് ആ നോവൽ വായിക്കുമ്പോൾ നോവലിലൂടെ ഇഴനെയ്ത് പോകുന്നതായി നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു തിയറിയാണ് സ്വയം നിയന്ത്രണങ്ങൾ മാത്രമുള്ളൊരു സമൂഹത്തിൽ മനുഷ്യൻ പരിഷ്കൃതനായി പെരുമാറില്ല. നിയന്ത്രണങ്ങൾ, സ്റ്റേറ്റിൻ്റെ നിയന്ത്രണങ്ങൾ, നിങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്നുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാത്ത പക്ഷം മനുഷ്യർ ആ സ്വയം നിയന്ത്രണത്തിൻ്റെ വേലിക്കെട്ടുകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അപരിഷ്കൃതമായി പെരുമാറുമെന്നും എങ്ങനെയാണോ ചരിത്രാതീത കാലത്ത് മനുഷ്യൻ എങ്ങനെ വേട്ടയാടിയിരുന്നു, മനുഷ്യൻ എങ്ങനെ മറ്റൊരു മനുഷ്യനെ ട്രീറ്റ് ചെയ്തിരുന്നു, അതുപോലെ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ നിയമങ്ങൾ പാലിക്കാതെ അതിശക്തമായി ദുർബലനായ മനുഷ്യൻ്റെ മേൽ അധിശത്വം പ്രഖ്യാപിച്ചുകൊണ്ട് അവനെ കൊല്ലാൻ പോലും മടിക്കില്ല. അത് ഇവൻ കുട്ടികളായാൽ പോലും, കൗമാരത്തിന് താഴെയുള്ള കുട്ടികളായാൽ പോലും അവരെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നുള്ളൊരു തിയറി കൂടി ഈ ലോർഡ് ഓഫ് ദ ഫ്ലൈസിലൂടെ വില്യം ഗോൾഡിംഗ് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ പ്രസൻറ്റ് കാലഘട്ടത്തിലുള്ള നിരവധി കാര്യങ്ങൾ പോലും വേണമെങ്കിൽ ആ നോവലുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് പറയാം. ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടം, ഒരു ഘട്ടത്തിൽ അയാൾ സ്വയം റാൽഫിനെ പോലെ സ്വയം അവരോധിതനായി രാജ്യത്തിൻ്റെ സിറിയയുടെ ഏകാധിപതിയും ജനകീയനായ നേതാവുമായി മാറുന്നു. പക്ഷേ അവിടെ നിന്നും അപരിഷ്കൃതമെന്നോ അല്ലെങ്കിൽ നിയമം പാലിക്കാത്തതെന്നോ പറയുന്ന ഒരു ജനകീയ സമരത്തിലൂടെ അദ്ദേഹത്തിന് നാട് വിട്ട് ഓടി മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യവും കൂടി വരുന്നു. അപ്പോൾ അത് ഒരു അധികാരത്തിൻ്റെ കയറ്റത്തെയും അധികാരത്തിൻ്റെ ഇറക്കത്തെയും കാണിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഘട്ടത്തിൽ അപരിഷ്കൃതനെന്ന് തോന്നുന്ന ഒരു നേതാവ് മറ്റൊരു ഘട്ടത്തിൽ പരിഷ്കൃതനായി മാറുകയും ഒരു ഘട്ടത്തിൽ പരിഷ്കൃതനെന്ന് തോന്നുന്ന ഒരു നേതാവ് മറ്റൊരു ഘട്ടത്തിൽ അപരിഷ്കൃതനായി മാറുകയും ചെയ്യും എന്നുള്ള വർത്തമാനകാലത്തിലെ സാഹചര്യങ്ങളെ പോലും നമുക്ക് ആ നോവലിൽ കണ്ടെത്താനായി കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ വിഭിന്നങ്ങളായിട്ടുള്ള ആശയതലങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു നോവലാണ് നോബൽ സമ്മാന ജേതാവായിട്ടുള്ള വില്യം ഗോൾഡിങ്ങിൻ്റെ ലോർഡ് ഓഫ് ദ ഫ്ലൈസ് അഥവാ ഈച്ചകളുടെ തമ്പുരാൻ. ഇതിന് സമാനമായി സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ നോവൽ ഉദ്ദേശിക്കുന്ന ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് മാത്രം അതുമായി സാമ്യമുള്ള 2 നോവലുകളെ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ സംഭാഷണം അവസാനിപ്പിക്കുക. ആ 2 നോവലുകൾ, ഒരെണ്ണം അഗതാ ക്രിസ്റ്റി എഴുതിയ ആൻഡ് ദെൻ ദെയർ വെയർ നൺ എന്ന് പറയുന്നൊരു നോവലാണ്. അതും ഇതുപോലെ തന്നെയാണ്. ഒരു മനുഷ്യൻ, ഏതാനും പേർ, ഒരു 10-12ഓളം പേർ തങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവരുടെ അവസാനഘട്ട ജീവിതത്തിന് വേണ്ടി പോകുന്ന, അവിടെ അവർ പരിചയിക്കുന്ന, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അവരുടെ ചെയ്തികളാണ്, ഒരു ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന ചെയ്തികളാണ് ആൻഡ് ദെൻ ദെയർ വെയർ നൺ എന്ന് പറയുന്ന നോവലിലൂടെ അഗതാ ക്രിസ്റ്റി കൊണ്ടുവരുന്നത്. സമാനമായി മലയാളത്തിലുള്ള മറ്റൊരു നോവൽ TD രാമകൃഷ്ണൻ എഴുതിയ ആൽഫ എന്ന് പറയുന്ന നോവലാണ്. അതിലും ഇതുപോലെ തന്നെയാണ്. ഒരു നരവംശ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ശാസ്ത്രജ്ഞൻ തൻ്റെ കൂട്ടത്തിലുണ്ടാകുന്ന ഒരു 25ഓളം പേരെ സംഘടിപ്പിച്ചുകൊണ്ട് മറ്റൊരു ദ്വീപിലേക്ക് പോവുകയും ആ പോകുന്ന ദ്വീപിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ പോകുന്ന ബോട്ട് അഗ്നിക്കിരയാക്കുകയും ആ ദ്വീപിൽ അവർ വസ്ത്രങ്ങളില്ലാതെ യാതൊരു മോഡേൺ എക്യുപ്മെൻസും ഇല്ലാതെ അപരിഷ്കൃതമായ ജീവിതം ജീവിച്ചുകൊണ്ട് 25 വർഷം എങ്ങനെ മുന്നോട്ട് നീക്കാം. അവിടെ ബന്ധങ്ങളില്ല, സഹോദരനില്ല. സാധാരണ പ്രിമിറ്റീവായിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ തന്നെ പെരുമാറുന്ന രീതിയിലുള്ളൊരു നോവലാണ്. അത് 25 വർഷത്തിന് ശേഷം അതിലൊരു 3-4 പേരെ മാത്രം കണ്ടെത്തുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു നിയന്ത്രണങ്ങളില്ലാത്ത ലോകത്ത് മനുഷ്യൻ അപരിഷ്കൃതമായി പെരുമാറുന്നതെന്ന് ഒരു മലയാള നോവൽ സാഹിത്യത്തിൽ കാണിച്ചു തരുന്നത് TD രാമകൃഷ്ണൻ്റെ ആൽഫ എന്ന് പറയുന്ന നോവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 70 വർഷമായിട്ട് അനുവാചകരെ ആകർഷിക്കുന്ന വില്യം ഗോൾഡിങ്ങിൻ്റെ ലോർഡ് ഓഫ് ദ ഫ്ലൈസ് ഇനിയൊരു 50 വർഷം കൂടി അനുവാചകരെ സൃഷ്ടിക്കുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.